ഹേ ഗൈസ്, ഇന്ന് നമുക്ക് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഹെൽത്തി സീഡ് ലഡു ഉണ്ടാക്കി നോക്കിയാലോ. PCOD ഒക്കെ മാറാനും അതുപോലെ തന്നെ വെയിറ്റ് ലോസിനൊക്കെ ട്രൈ ചെയ്യുന്നവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവാണിത്. അപ്പോൾ നമുക്ക് പംകിൻ സീഡ്സ് വേണം, പിന്നെ സെസെയിം സീഡ്സ് അതായത് വെള്ള എള്ള് വേണം, പിന്നെ സൺഫ്ലവർ സീഡ്സ് വേണം, പിന്നെ നമുക്ക് ഫ്ലാക്സ് സീഡ്സുമാണ് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഓരോന്നായിട്ട് നമുക്ക് ജസ്റ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളെ മെൻസ്ട്രൽ സൈക്കിളിന് 2 ഫേസസ് ആണുള്ളത്. ഒന്ന് ഫോളിക്കുലാർ ഫേസും ഒന്ന് ലൂട്ടിയൽ ഫേസും. അപ്പം ഈ 2 ഫേസസിനും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹോർമോൺസ് ആണ് നമ്മളെ ബോഡിയിൽ വേണ്ടത്. ആദ്യത്തെ 1 മുതൽ 14ാമത്തെ ദിവസം വരെ ഫോളിക്കുലാർ ഫേസും പിന്നെ 15 to 28 വരെ ലൂട്ടിയൽ ഫേസുമാണ് വരുന്നത്. ഫോളിക്കുലാർ ഫേസിൽ നമുക്ക് പംകിൻ സീഡ്സും അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ്സും യൂസ് ചെയ്യാം. 2ാമത്തെ ഫേസിൽ നമ്മൾ സെസെയിം സീഡ്സും സൺഫ്ലവർ സീഡ്സുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈസ്ട്രജൻ പ്രൊഡക്ഷനും അതുപോലെ തന്നെ പ്രൊജസ്ട്രോൺ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ഈ സീഡ്സ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സിങ്ക്, മഗ്നീഷ്യം, ആൻറ്റി ഓക്സിഡൻറ്റ്, കാൽഷ്യം, അയൺ റിച്ച് ആണ്, അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആണ്. എല്ലാം കൊണ്ടും നമ്മൾ PCOD വെയിറ്റ് ലോസിനൊക്കെ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഈ സീഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് കഴിക്കുന്നവർക്ക് സെപ്പറേറ്റ് ആയിട്ട് കഴിക്കാം. അതായത് 1 to 14 days വരെ ഫ്ലാക്സ് സീഡും പംകിൻ സീഡ്സും, പിന്നെ സെക്കൻഡ് ഡേയിൽ നമുക്ക് സെസെയിം സീഡ്സും അതുപോലെ തന്നെ സൺഫ്ലവർ സീഡ്സും കഴിക്കാം. ഇവിടെ ഞാൻ രണ്ടും മിക്സ് ആയിട്ടാണ് എടുക്കുന്നത്. പിന്നെ കുറച്ച് വാൾനട്ട്സും പിന്നെ കുറച്ച് പീനട്ട്സും ഞാൻ ഇടുന്നുണ്ട്. ഭയങ്കര കൂടുതൽ കാലറി വേണ്ടവർക്ക് അത് കൂടുതൽ എമൗണ്ടിലിടാം. ഞാനെല്ലാം ഒരു 1/2 കപ്പ് എടുക്കുകയാണെങ്കിൽ ഈ പീനട്ട്സും വാൾനട്ടും ഞാനൊരു 1/4 കപ്പ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അയൺ റിച്ച് ആയിട്ടുള്ള ഡേറ്റ്സും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ഡ്രൈ റോസ്റ്റ് രൂപത്തിലാക്കാം. എന്നിട്ട് നമുക്ക് എല്ലാം മിക്സിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം, ഒരു പൗഡർ ഫോമിലാക്കിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഡേറ്റ്സും അങ്ങനെ തന്നെ ആക്കിയിട്ട് കുറച്ച് ഗീ ഇട്ടിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ബോൾ ഷേപ്പിലാക്കിയെടുക്കാം. നമുക്കൊരു 2 weeks ഒക്കെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഭയങ്കര ലാർജ് ക്വാണ്ടിറ്റിയിൽ ഇത് ഉണ്ടാക്കണമെന്നില്ല, കുറച്ച് ഉണ്ടാക്കിയാൽ മതിയാവും. നമുക്ക് ഇറഗുലർ പീരീഡ്സിനും അതുപോലെ തന്നെ വെയിറ്റ് ലോസിന് നല്ല അയൺ റിച്ച് ആയതുകൊണ്ടും പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇറഗുലർ പീരീഡ്സ്, നമ്മളെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ് നമുക്ക് അതായത് പീരീഡ്സ് ഇറഗുലർ ആവുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് നമ്മളെ റെഗുലർ ആക്കാൻ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെഡിക്കേഷൻ അതിൻ്റെ വഴിയും പോവും. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിനോടൊപ്പം ഈ ഒരു ലഡു ഡെയിലി ഒന്ന് കഴിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ആ ചേഞ്ചസ് മനസ്സിലാക്കാൻ പറ്റും. ഇറഗുലർ പീരീഡ്സ്, ഹെയർ ഫോൾ, സ്കിൻ, ബോൺ ഹെൽത്ത് ഇഷ്യൂസ്, ഡൈജഷൻ ഇഷ്യൂസ്, ഇതിനെല്ലാം തന്നെ നല്ലൊരു നാച്ചുറൽ റെമഡിയാണിത്. സോ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രസ്റ്റ് മീ ഗൈസ്, ദിസ് ഈസ് സോ ഗുഡ് ഫോർ യു. ഓക്കെ, ബൈ ഗൈസ്.